ഇന്ത്യയിലെ 140 കോടി ജനങ്ങളാണ് തന്റെ കരുത്തെന്നും സമാധാന ശ്രമങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുമെന്നും അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാന്റെ പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപുമായുള്ളത് പരസ്പര വിശ്വാസവും സുശക്തമായ ബന്ധവും ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമായി തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രീഡ്മാന് നൽകിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് മോദിയുടെ പരാമർശം. മോദി എന്ന പേരല്ല, ഇന്ത്യൻ ജനതയാണ് തന്റെ കരുത്തെന്ന് മോദി പറഞ്ഞു. 3.25 മണിക്കൂറോളം നീണ്ട പോഡ്കാസ്റ്റിൽ പരസ്പര വിശ്വാസവും സുശക്തമായ ബന്ധവുമാണ് താനും ട്രംപും തമ്മിലുള്ളതെന്ന് മോദി വ്യക്തമാക്കി. അതേസമയം താൻ ഒരു കർക്കശക്കാരനായ വിലപേശലുകാരനാണെന്ന ട്രംപിന്റെ പരാമർശത്തോട് പ്രതികരിക്കുന്നില്ലെന്നും രാജ്യത്തിന്റെ താൽപര്യമാണ് ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. The timeless teachings of Swami Vivekananda and the blessings, dreams and aspirations of 1.4 billion Indians. When I shake hands with a world leader, it's not Modi, but 1.4 billion Indians doing so. So this isn't my strength at all. It is rather the strength of India. ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായാണ് താൻ ആദ്യമായി നിരാഹാരം അനുഷ്ഠിച്ചതെന്നും മോദി കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങളുടെ വിലയിരുത്തലുകളാണ് പലപ്പോഴും ജനം സ്വീകരിക്കുന്നതെന്നും മൂന്നാം കക്ഷിയുടെ ഇടപെടലാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമായി തുടരും. അതിർത്തി രാജ്യങ്ങളാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും മോദി പറഞ്ഞു. ഷീ ജിൻപിങ്ങുമായുള്ള തന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിർത്തി ശാന്തമായെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ബാധിച്ചിരുന്ന ദുഷ്പ്രവണതകളുടെ വേരറുക്കാൻ കഴിഞ്ഞുവെന്നും തെറ്റായ കീഴ്വഴക്കങ്ങളെല്ലാം ശുദ്ധികലശം നടത്തിയെന്നും മോദി കൂട്ടിച്ചേർത്തു. ഗുജറാത്ത് കലാപത്തിൽ തന്നെ കരുവാക്കാൻ രാഷ്ട്രീയ എതിരാളികൾ എല്ലാ ആയുധവും ഉപയോഗിച്ചു. എന്നാൽ അത്തരം നീച ശ്രമങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞതായും മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.